ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം നന്ദൻകോട് ആസ്ഥാനത്തെത്തി. ദേവസ്വം ബോർഡ് യോഗം തുടരുന്നതിനിടെയാണ് SITയുടെ വരവ്. സ്വർണ്ണപ്പാളിലെ രേഖകളിലാണ് പരിശോധന. ദേവസ്വം വിജിലൻസ് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കാണും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും കാണാൻ നീക്കം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വളരെ നിർണായകമായ പരിശോധനയാണ്. സ്വർണ്ണപ്പാളിലെ രേഖകളിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? മാത്രമല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളെ കാണുമെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കൂടുതൽ കൃത്യതയുണ്ടോ? തീർച്ചയായിട്ടും അശ്വതി പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അവരെന്തായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി സംസാരിക്കുകയും മെമ്പറുമായി സംസാരിക്കുകയും മറ്റ് നടപടികൾ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വീക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്വർണ്ണപ്പാളി രേഖകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ ഒരു മണിക്കൂറിൽ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു നിർണായകമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ രാവിലെ തന്നെ ദേവസ്വം ബോർഡ് ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശവും വാർത്തയുമാണ് അറിയുന്നത്. അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും, അവരെ കാണും, മറ്റു തീരുമാനങ്ങളൊക്കെ തന്നെ അവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു തീരുമാനമാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഈ യോഗം തീരുകയുണ്ടാകും. തീർന്നതിന് ശേഷമാകും SIT ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുക എന്നൊരു വാർത്തയും കൂടെ അറിയുന്നുണ്ട്. എന്നാൽ ഇതിലെ എന്തായിരിക്കും ഇവരുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ വിജിലൻസ് എന്തൊക്കെ രേഖകളെക്കുറിച്ചാകും ഇവിടെ പരിശോധന നടത്തുക എന്നൊരു കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വളരെ നിർണായകമായൊരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെ SIT അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്.